ഓക്കെ, അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് മൈക്രോ സോഴ്സ് കൺട്രോളറിനെ പറ്റിയാണ്. മൈക്രോ സോഴ്സസ് ആൻഡ് സ്റ്റോറേജ് ഡിവൈസസ് ഇൻ എ മൈക്രോഗ്രിഡ് അതാണ് MCs എന്ന് പറയുന്നത്. വിച്ച് മേ ബി ഓപ്പറേറ്റ് വിത്ത് ഓർ വിത്തൗട്ട് ദി ഇൻ്റർവെൻഷൻ ഓഫ് CC. അപ്പോൾ ഒന്നുകിൽ CCയുടെ ഒരു ഇടപെടലോട് കൂടെ അതിൻ്റെ ഒരു കൺട്രോളിൽ അത് ഓപ്പറേറ്റ് ചെയ്യാം, അല്ലാതെയും ഓപ്പറേറ്റ് ചെയ്യാം. MC ഫംഗ്ഷനിങ് ഡിപ്പെൻഡിങ് ഓൺ ഗ്രേറ്റ്ലി ഓൺ ദി പവർ ഇലക്ട്രോണിക് ഇൻ്റർഫേസസ് പ്രൊവൈഡഡ് ഇൻ ദി മൈക്രോ സോഴ്സസ് ആൻഡ് സ്റ്റോറേജ് ഡിവൈസസ്. അപ്പോൾ അത് മെയിൻലി അത് വർക്ക് ചെയ്യുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് പവർ ഇലക്ട്രോണിക് ഇൻ്റർഫേസസിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. MCs ensure that new microsources can be added to the system without modification in the existing microgrid configuration. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പുതിയ മൈക്രോ സോഴ്സസിനെ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ്, അതേപോലെ ഇറ്റ് ക്യാൻ കണക്ട് ഓർ ഡിസ്കണക്ട് ഇറ്റ് സെൽഫ് ടു ഓർ ഫ്രം ദി യൂട്ടിലിറ്റി ഇൻ എ റാപ്പിഡ് ആൻഡ് സീംലെസ് ഫാഷൻ. മൈക്രോ ഗ്രിഡിന് എന്ത് ചെയ്യാൻ പറ്റണം, ഇതിലേക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യാനോ ഡിസ്കണക്ട് ചെയ്യാനോ പറ്റണം. ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് പവർ ക്യാൻ ബി ഇൻഡിപെൻഡൻ്റ്ലി കൺട്രോൾ ചെയ്യണം. ആക്റ്റീവ് പവറിനെ ഫ്രീക്വൻസി വഴിയും റിയാക്റ്റീവ് പവറിന് വോൾട്ടേജ് കൺട്രോൾ, ഈ രണ്ട് കൺട്രോൾ എപ്പോഴും പോസിബിൾ ആയിരിക്കണം. വോൾട്ടേജ് സാഗ് ആൻഡ് സിസ്റ്റം ഇംബാലൻസസ് ക്യാൻ ബി കറക്റ്റഡ്. ഫോൾട്ട്സ് ക്യാൻ ബി ഹാൻഡിൽഡ് വിത്തൗട്ട് ദി ലോസ് ഓഫ് സ്റ്റെബിലിറ്റി. മൈക്രോഗ്രിഡ് ക്യാൻ മീറ്റ് ദി റിക്വയർമെൻറ്റ് ഓഫ് ലോഡ് ഡൈനാമിക്സ് ഓഫ് ദി പവർ യൂട്ടിലിറ്റി. എത്രയാണോ ആ ലോഡിൻ്റെ ഒരു റിക്വയർമെൻറ്റ് അനുസരിച്ച് എന്ത് ചെയ്യണം, മൈക്രോഗ്രിഡിന് ആ ലോഡിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ഒരു കൺട്രോള് പോസിബിൾ ആക്കുന്നത് ആരാണ്, ഈ മൈക്രോ സോഴ്സ് കൺട്രോളറാണ്. Now microcontroller design, there is no scope for interaction among the microsources without the intervention from CC. Then this enables each MC to respond effectively to the system changes without requiring data from any other MC or data source. അതായത് വിത്ത് ദി ഇൻ്റർവെൻഷൻ ഓഫ് CC ആണ് ഏറ്റവും നല്ല രീതിയിൽ അതിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മൈക്രോസോഴ്സ് കൺട്രോളറിന് അതിൻ്റെ അടുത്തുള്ള മറ്റൊരു മൈക്രോസോഴ്സ് കൺട്രോളറിൻ്റെ ഡാറ്റ ഇല്ലാതെ തന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ദോ ദി MC is designed to communicate with the CC and act as per its directive, it would be able to override those CC directive. വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ CC നിന്ന് കിട്ടുന്ന ഡയറക്ഷൻസിനെ അല്ലാത്ത രീതിയിൽ അതിനെ ഓവർറൈഡ് ചെയ്തുകൊണ്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റും, that are deemed unacceptable for its microsource. മൈക്രോസോഴ്സിന് അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ്, ഡയറക്ഷൻസ് ഫ്രം ദി CC കിട്ടുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ഓവർറൈഡ് ദാറ്റ്. അതിനുള്ള പോസിബിലിറ്റീസ് ഏതിലുണ്ട്, MCയിലുണ്ട് എന്നുള്ളതാണ്. MC should ensure that microsources rapidly pick up their share of load when the microgrid disconnects itself from the utility. മൈക്രോസോഴ്സ് അത് ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത് മൈക്രോസോഴ്സസ് എന്ത് ചെയ്യണം, ഇറ്റ് ഷുഡ് പിക്ക് അപ്പ് ദെയർ ഷെയർ ഓഫ് ലോഡ്. സീംലെസ് ട്രാൻസിഷൻ ഓഫ് ദി മൈക്രോഗ്രിഡ് ഫ്രം ഗ്രിഡ് കണക്റ്റഡ് ടു സ്റ്റാൻഡ് അലോൺ മോഡ് ആൻഡ് വൈസ് വേഴ്സ വിത്ത് മിനിമം ഡിസ്റ്റർബൻസ് ടു ബോത്ത് ദി സിസ്റ്റംസ്. നൗ കൺട്രോൾ ഫീച്ചേഴ്സ് ഓഫ് MCs ആർ ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് പവർ കൺട്രോൾ, വോൾട്ടേജ് കൺട്രോൾ, സ്റ്റോറേജ് റിക്വയർമെൻറ്റ്സ് ഫോർ ഫാസ്റ്റ് ലോഡ് ട്രാക്കിംഗ്, ലോഡ് ഷെയറിംഗ് ത്രൂ പവർ ഫ്രീക്വൻസി കൺട്രോൾ. Now active and reactive power control, micro sources, DC sources, solar PV, fuel cells, storage battery, DC power is അപ്പം ഇതിൻ്റെ ഒരു കൺട്രോളിങ് പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് പവർ കൺട്രോൾ ആണ്, മറ്റൊന്ന് വോൾട്ടേജ് കൺട്രോൾ ആണ്. ദെൻ സ്റ്റോറേജ് റിക്വയർമെൻറ്റ് ഫോർ ഫാസ്റ്റ് ലോഡ് ട്രാക്കിംഗ്, ലോഡ് ഷെയറിംഗ് ത്രൂ പവർ ഫ്രീക്വൻസി കൺട്രോൾ. അതിൽ ആദ്യത്താണ് ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് പവർ കൺട്രോൾ. ഇപ്പോൾ DC സോഴ്സസ് ആയാലും AC സോഴ്സസ് ആയി കഴിഞ്ഞാലും ഇൻ ബോത്ത് കേസസ് DC to AC കൺവേർഷൻ ടേക്സ് പ്ലേസ് ത്രൂ എ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ വഴിയാണ് അത് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു കൺട്രോളിംഗ് ആണ് ഇവിടെ പറയുന്നത്. മൈക്രോ സോഴ്സ് ആൻഡ് ദർ ഇസ് എ പവർ ഇലക്ട്രോണിക് കൺവേർട്ടർ ആൻഡ് ഈ V∠δ1 ആൻഡ് E∠δ2 എന്ന് പറയുന്നത്, അതായത് മൈക്രോ സോഴ്സ് ടു ലോഡാണ് കാണിച്ചിരിക്കുന്നത്. മൈക്രോ സോഴ്സിൽ നിന്ന് ലോഡിലേക്ക് അതിൻ്റെ മുന്നേ ആയിട്ട് ദർ ഇസ് എ പവർ ഇലക്ട്രോണിക് കൺവേർട്ടർ യു ക്യാൻ സി. ടിപ്പിക്കൽ മൈക്രോ സോഴ്സ് കൺട്രോളർ കൺസിസ്റ്റിംഗ് ഓഫ് ദി മൈക്രോ സോഴ്സ് ആൻഡ് ദി പവർ ഇലക്ട്രോണിക്. അതാണ് ഒരു മൈക്രോ സോഴ്സ് കൺട്രോളറിൽ നമുക്ക് കാണാൻ പറ്റുക. മൈക്രോ സോഴ്സും പവർ ഇലക്ട്രോണിക് കൺവേർട്ടറുമാണ്. വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ കൺട്രോൾസ്. അപ്പോൾ ഈ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, AC ടു ഓർ DC കൺവേർഷൻ നടത്തുന്നത്. അത് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് ആംഗിൾ ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് അറ്റ് കൺവേർട്ടർ ടെർമിനൽസ്, അല്ലെ V∠δ1, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും അതേപോലെ δ1 എന്ന് പറയുന്നത് അതിൻ്റെ ആംഗിളും ആണ്. എവിടെ ഉള്ളത്, അറ്റ് ദി കൺവേർട്ടറിൻ്റെ ടെർമിനൽസ്. കൺവേർട്ടർ അതായത് ആദ്യം മൈക്രോ സോഴ്സ് ആണ്, പവർ ഇലക്ട്രോണിക് കൺവേർട്ടറിൻ്റെ ടെർമിനൽസിലുള്ള വോൾട്ടേജും അതേപോലെ δ1 എന്ന് പറയുന്നത് അതിൻ്റെ ആംഗിളും ആണ്. ഈ മൈക്രോ സോഴ്സ് സപ്ലൈസ് കൺട്രോൾഡ് പവർ ടു മൈക്രോഗ്രിഡ് ബസ്. അതായത് എവിടെയാണോ നമ്മൾ മൈക്രോഗ്രിഡിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ബസ് 2ലുള്ള വോൾട്ടേജ് E∠δ2 ത്രൂ ആൻ ഇൻഡക്ടർ ഓഫ് റിയാക്ടൻസ് X. മനസ്സിലായില്ല, അതായത് ഇത് മൈക്രോഗ്രിഡിൻ്റെ മെയിൻ യൂട്ടിലിറ്റീൻ്റെ ബസ് ആണെങ്കിൽ ആ ബസ്സിലേക്ക് നമ്മൾ ഇത് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഉള്ള ഒരു വോൾട്ടേജ് ആണ് ഇത് E∠δ2 എന്ന് പറയുന്നത്. പവർ ആംഗിളിൻ്റെ ഡിഫറൻസ് δ1 - δ2 എന്ന് പറയാം.
നോർമലി വി ആംഗിൾ ഡെൽറ്റ 1 ലീഡ്സ് ഈ ആംഗിൾ ഡെൽറ്റ 2 ബൈ എ പവർ ആംഗിൾ. ആ വ്യത്യാസത്തെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയാം. ആക്റ്റീവ് പവർ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഡെൽറ്റയെ കൺട്രോൾ ചെയ്തിട്ടാണ്. റിയാക്റ്റീവ് പവറിനെ കൺട്രോൾ ചെയ്യുന്നത് വിയെ കൺട്രോൾ ചെയ്തിട്ടാണ്. ഇത് നോർമലി നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ഇപ്പം നമ്മൾ മെഷീൻസൊക്കെ പഠിക്കുന്ന സമയത്ത്, പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിങ്ക്രോണസ് മെഷീൻസിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സിങ്ക്രോണസ് മെഷീൻസിലുള്ള ആക്റ്റീവ് പവർ ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും ഡെൽറ്റ എന്ന് പറയുന്ന ആംഗിൾ ഡിഫറൻസ് അല്ലെങ്കിൽ പവർ ആംഗിൾ എന്ന് പറയുന്നത് ടോർക്ക് ആംഗിളിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. റിയാക്റ്റീവ് പവർ എപ്പോഴും മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വോൾട്ടേജ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആക്റ്റീവ് പവർ ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്നത് ഡെൽറ്റ എന്ന് പറയുന്ന ആംഗിളിനെ കൺട്രോൾ ചെയ്തിട്ടും റിയാക്റ്റീവ് പവർ, അപ്പോൾ രണ്ടിൻ്റെയും ഇൻഡിപെൻഡന്റ് കൺട്രോൾ പോസിബിൾ ആണ്. കൺട്രോൾസ് ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക് ലൂപ്സ് ഓഫ് ഔട്ട്പുട്ട് പവർ ആൻഡ് മൈക്രോഗ്രിഡ് ബസ് വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ്. P = 3 × V × E/2x × sin delta. Q = 3 × V E/2x ഇത് അതിൻ്റെ ഇക്വേഷൻ ആണ്. ആക്റ്റീവ് പവറിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. EV/x × sin delta എന്ന് പറയുന്ന ഒരു റിലേഷൻ. മറ്റേത് EV/x × V - E cos delta എന്ന് പറയും. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നൗ ഡ്രൂപ്പ് ക്യാരക്ടറിസ്റ്റിക് ഫോർ VQ ഡ്രൂപ്പ് കൺട്രോളേഴ്സ്. അത് പിന്നെ ഈ എങ്ങനെയാണ് ഈ വോൾട്ടേജ് ആൻഡ് റിയാക്റ്റീവ് പവറിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നൗ വോൾട്ടേജ് കൺട്രോൾ ഫംഗ്ഷൻ ഓഫ് MC അഡ്രസ്സസ് ദി ഇഷ്യൂ ഓഫ് അലിവിയേറ്റിംഗ് ലാർജ് സർക്കുലേറ്റിംഗ് റിയാക്റ്റീവ് കറണ്ട് എമംഗ് മൈക്രോ സോഴ്സസ്. ആദ്യം നമ്മൾ പറഞ്ഞ ആക്റ്റീവ് പവർ ആൻഡ് റിയാക്റ്റീവ് പവർ കൺട്രോൾ ആണ്. ഇവിടെ പിന്നെ ലാർജ് റിയാക്റ്റീവ് കറണ്ട് ഉണ്ടാവുന്നതിന് അതെന്ത് ചെയ്യുന്നുണ്ട്, വോൾട്ടേജ് കൺട്രോൾ ഫംഗ്ഷൻ അതിനെ പിന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ദിസ് സർക്കുലേറ്റിംഗ് കറണ്ട് ഈസ് നോർമലി റെസ്ട്രിക്റ്റഡ് ബൈ ലാർജ് ഇംപെഡൻസ് ബിറ്റ്വീൻ ജനറേറ്റേഴ്സ്. സാധാരണ യൂട്ടിലിറ്റിയിലാണ്. മൈക്രോഗ്രിഡ് ദി പ്രോബ്ലം ബിക്കംസ് ക്വൈറ്റ് പ്രോമിനൻസ് ആസ് ദി ഫീഡേഴ്സ് ആർ മോസ്റ്റ്ലി റേഡിയൽ വിത്ത് സ്മോൾ ഇംപിഡൻസ്. നമുക്കറിയാമല്ലോ, സാധാരണഗതിയിലുള്ള ഒരു യൂട്ടിലിറ്റിയിലാണെങ്കിൽ ഇപ്പോൾ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഇംപിഡൻസ് വളരെ കൂടുതലായതുകൊണ്ട് ഈ സർക്കുലേറ്റിംഗ് കറണ്ടിന് അതെന്ത് ചെയ്യുന്നു, ഓൾമോസ്റ്റ് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ അത് കുറവായതുകൊണ്ട് അത് കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ഈ വോൾട്ടേജ് കൺട്രോൾ വഴിയാണ്. സർക്കുലേറ്റിംഗ് കറണ്ട് ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിംഗ് വോൾട്ടേജ് റിയാക്റ്റീവ് പവർ ഡ്രൂപ്പ് കൺട്രോളേഴ്സ്. അത് വെച്ചാണ് കൺട്രോൾ ചെയ്യുന്നത്. നൗ ഇൻക്രീസ് ലോക്കൽ വോൾട്ടേജ് സെറ്റ് പോയിന്റ് വെൻ ദി മൈക്രോസോഴ്സ് റിയാക്റ്റീവ് കറണ്ട് ബിക്കം പ്രിഡോമിനൻ്റ്ലി ഇൻഡക്റ്റീവ്. അതായത് ഈ റിയാക്റ്റീവ് കറണ്ട്, മൈക്രോസോഴ്സ് റിയാക്റ്റീവ് കറണ്ട് ഇൻഡക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ് ഇത് ചെയ്യുക, വോൾട്ടേജ് സെറ്റ് പോയിന്റിന് അത് കൂട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ഇൻഡക്റ്റീവ് ആവുക എന്ന് പറയുമ്പോൾ ദർ ഇസ് എ റിഡക്ഷൻ അല്ലേ, വോൾട്ടേജ് റിയാക്റ്റീവ് കറണ്ട് ഇൻഡക്റ്റീവായി മാറുക എന്ന് പറയുമ്പോൾ. അതേസമയം വോൾട്ടേജ് സെറ്റ് പോയിന്റിനെ കുറക്കുകയാണ് ചെയ്യുക വെൻ കറണ്ട് ബിക്കംസ് കപ്പാസിറ്റി. കാരണം കപ്പാസിറ്റീവ് ആയിട്ടുള്ള ആക്ഷൻ വരിക പറയുമ്പോൾ വോൾട്ടേജ് കൂടാനുള്ള സാധ്യതയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, വോൾട്ടേജ് സെറ്റ് പോയിന്റിനെ കുറയ്ക്കുകയാണ് ചെയ്യുക, എന്നിട്ട് ആ വോൾട്ടേജിനെ കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുക. അതേസമയം ഈ റിയാക്റ്റീവ് ഇൻഡക്റ്റീവായി മാറിക്കഴിഞ്ഞാൽ വോൾട്ടേജ് കുറയാനാണ് സാധ്യത. അപ്പോൾ അതിനെ കൂട്ടാണ് വേണ്ടത്. അതിനെ കൂട്ടാൻ വേണ്ടി വോൾട്ടേജ് സെറ്റ് പോയിന്റിനെ കൂട്ടാണ് ചെയ്യുക. റിയാക്റ്റീവ് പവർ ലിമിറ്റ് ഈസ് സെറ്റ് ബൈ VA റേറ്റിംഗ് of the inverter and the active power output of the microsource such that Qmax is √(s²-). അപ്പോൾ ഈ റിയാക്റ്റീവ് പവർ കൺട്രോൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്, വോൾട്ടേജ് ഈ രണ്ടുമാണ് എപ്പോഴും റിലേറ്റഡ് ആയിട്ട് വരുന്നത്. നൗ സ്റ്റോറേജ് റിക്വയർമെന്റ് ഫോർ ഫാസ്റ്റ് ലോഡ് ട്രാക്കിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അടുത്തത്. ഗ്രിഡ് കണക്റ്റഡ് മൈക്രോഗ്രിഡിൽ ഇനീഷ്യൽ പവർ ബാലൻസ് ഡ്യൂറിംഗ് കണക്ഷൻ ഓഫ് ന്യൂ ലോഡ് ഈസ് ടേക്കൺ കെയർ ബൈ ലാർജ് ഇനേഷ്യ ഓഫ് യൂട്ടിലിറ്റി ജനറേറ്റേഴ്സ്. അതായത് പിന്നെ കൂടുതൽ ലോഡ് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്തുള്ള പവർ ബാലൻസിനെ എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈ ദി ലാർജ് ഇനേഷ്യ, യൂട്ടിലിറ്റി ജനറേറ്റേഴ്സിൻ്റെ ലാർജ് ഇനേഷ്യ വഴിയാണ്. അതേസമയം സ്റ്റാൻഡ് അലോൺ ഓപ്പറേഷനിൽ മൈക്രോഗ്രിഡ് നീഡ്സ് ടു എൻഷുർ ഇനീഷ്യൽ പവർ ബാലൻസ് ത്രൂ ഇറ്റ് സ്റ്റോറേജ് ഡിവൈസസ് വഴി വേണം എന്ത് ചെയ്യാൻ, അതിൻ്റെ ഒരു പവർ ബാലൻസിന് അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. DC storage devices are connected to the DC bus of the microsource, whereas AC storage devices are connected directly to the microgrid bus. MC ensures proper utilization of storage devices. അപ്പോൾ ഈ ഫാസ്റ്റ് ലോഡ് ട്രാക്കിങ്ങിന് വേണ്ടിയിട്ട്, ഈ ഒരു പവർ ബാലൻസിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ദി സ്റ്റോറേജ് ഡിവൈസ് എൻഷുർ ചെയ്യുന്നത് ആരാണ്? MC ആണ്. നൗ അതിൻ്റെ ഒരു ആക്റ്റീവ് പവർ വേഴ്സസ് ഫ്രീക്വൻസി ഡ്രൂപ്പ് ക്യാരക്ടറിസ്റ്റിക്, ഇതിൻ്റെ ഒരു കൺട്രോളിനെയാണ് ഈ ഒരു ഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. Microgrid controllers ensure smooth and automatic changeover from grid connected mode to standalone mode and vice versa. During transition to standalone mode, MC of each microsource exerts the local P of control to change the operating point so to achieve the local power balance at the new loading. സ്റ്റാൻഡലോൺ മോഡിലേക്ക് പോകുന്ന സമയത്ത് ഓരോ മൈക്രോസോഴ്സും അതിൻ്റെ ഒരു പവർ ഫ്രീക്വൻസി കൺട്രോളിൻ്റെ കർവിനനുസരിച്ച് ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റിനെ, ഒരു പവർ ബാലൻസ് അച്ചീവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റിലേക്ക് അത് എത്തുന്ന രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. Drooping P of characteristics used by MCs for the power frequency control. Now grid connected model microgrid loads are supplied both from the main utility grid and the microsources depending on the customer needs. During changeover to standalone mode, voltage phase angles of the microsources are also changes, leading to the drop in their power output. Local frequency also changes, in which
case, each microsource quickly picks up its share of load without any new power dispatch schedule from the CC. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പറേഷനെ പറ്റിയാണ് ലോഡ് ഷെയറിംഗ് ത്രൂ പവർ ഫ്രീക്വൻസി കൺട്രോൾ, ആ ഒരു ഓപ്പറേഷനെ പറ്റിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. Now, രണ്ട് microsources operate at a common minimum frequency with their maximum capacities P1 max and P2 max. Grid connected mode, they operate at a base frequency omega 0 delivering powers P01 and P02. അപ്പോൾ അത് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞിരിക്കുന്നത് P1 max and P2 max എന്ന് പറയുന്നത് മാക്സിമം പവറോട് കൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതാണ് ആക്റ്റീവ് പവർ. ഇതിൻ്റെ മാക്സിമം പവർ ഓഫ് ഓപ്പറേഷൻ P1 max ആണ്, ഇതിൻ്റെ P2 max ആണ്. എന്നിട്ട് പറയുന്നത് എന്താണ്, പിന്നെ നൗ അത് ബേസ് ഫ്രീക്വൻസി ഒമേഗ 0യിൽ ഡെലിവർ ചെയ്യുന്ന പവർ P01 ആൻഡ് P02. അതായത് ഒമേഗ 0 എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസിയിൽ ഇത് P01 ഡെലിവർ ചെയ്യുന്നു, ഇത് P02 ഡെലിവർ ചെയ്യുന്നു. ആ രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. വിത്ത് ദി ചേഞ്ച് ഇൻ ലോഡ് ഡിമാൻഡ് മൈക്രോസോഴ്സ് ഓപ്പറേറ്റ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്. ലോഡ് കുറയുന്നതനുസരിച്ച് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നു, കോസിങ് എ ചേഞ്ച് ഇൻ റിലേറ്റീവ് പവർ ആംഗിൾസ് ആൻഡ് ദി ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ ഡ്രിഫ്റ്റ്സ് ടു എ ലോവർ കോമൺ വാല്യൂ വിത്ത് ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻസ് ഓഫ് ലോഡ് ഷെയറിംഗ്. അപ്പം ഇവിടെ ലോഡിലൊരു വ്യത്യാസം ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമേഗയിൽ വ്യത്യാസം വന്നിട്ട് അത് ഒരു ന്യൂ പവറിൽ അത് ഷെയർ ചെയ്യുന്ന പവറിൽ വ്യത്യാസം വരും എന്നുള്ളതാണ് അല്ലേ. അതായത് കൂടുതൽ ലോഡിനെ ഇത് ക്യാരി ചെയ്യാണ്. ലോഡ് കൂടാകുമ്പോൾ സ്പീഡ് കുറയാണ്. അപ്പം ഇതിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒമേഗ 0യിൽ ഓപ്പറേറ്റ് ചെയ്തത് സ്പീഡ് ഒമേഗ 1ലേക്ക് കുറയാണ്, ഇതിൻ്റെയും സ്പീഡ് ഒമേഗ 1. രണ്ടും വീണ്ടും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യാണ്, ഒരേ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒമേഗയിൽ ഓപ്പറേറ്റ് ചെയ്യാണ്. പക്ഷേ ആ ലോഡിനെ രണ്ട് രീതിയിലാണ് അത് എന്ത് ചെയ്യുന്നത്, P12 അല്ലെങ്കിൽ P11 എന്നുള്ള രീതിയിൽ അത് ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. Now P01, P02. With the change in load demand, microsources operated at different frequencies, causing a change in relative power angles, and the frequency of operation drifts to a lower common value with the different proportions of load sharing. Now this droop regulation decreases the microgrid frequency. Microgridന്റെ ഫ്രീക്വൻസിയിൽ ഒരു വ്യത്യാസം വന്നു. MC needs to incorporate a control function to restore the operation to a rated frequency. പക്ഷേ ഇവിടെ പിന്നെ ഇങ്ങനെ ഒരു വ്യത്യാസം റെഡ്യൂസ് ചെയ്തെങ്കിലും അതിനെ തിരിച്ച് അതിൻ്റെ ഒറിജിനൽ ഫ്രീക്വൻസിയിലേക്ക് മാറ്റുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗെയിൻ MC ആണ് അതിനെ തിരിച്ച് അതിൻ്റെ ആദ്യത്തെ ഒരു ഫ്രീക്വൻസിയിലേക്ക് അത് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നമുക്കുള്ളത്. അപ്പം നിങ്ങളിത് നോക്കുക. അതിനുശേഷം ഇഫ് യു ആർ ഹാവിങ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക്. അതർവൈസ് ഈ ഒരു പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺട്രോൾ ഓഫ് മൈക്രോഗ്രിഡ്സ് എന്ന് പറയുന്നത് മൈക്രോസോഴ്സ് കൺട്രോളറും അതേപോലെ സെൻട്രൽ കൺട്രോളറും. അപ്പം അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ കൺട്രോളിങ് ഫങ്ഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. താങ്ക്സ്.